ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ചാപ്റ്റർ 2 ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇപ്പോൾ +1 പഠിക്കുന്ന കുട്ടികൾക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് നോക്കാം. Define a relation R on the set n of natural numbers defined by R of x comma y such that relation R is equal to x comma y such that y is equal to x plus 5, x is a natural number less than 4 and x comma y element of n. നമ്മളെടുത്ത് പറഞ്ഞേക്കുന്ന ഒരു റിലേഷനെ പറ്റിയിട്ടാണ്. റിലേഷൻ്റെ പ്രത്യേകത എന്താണ്? y is equal to x plus 5 ആണ്. കൂടാതെ എക്സിന് കിട്ടാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്സിന് ഇടാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? <4 ആണ്. <4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 4 എന്ന് പറയുന്ന വാല്യൂ ഇൻക്ലൂഡഡ് അല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അതായത് എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 1, 2, 3 ഈ വാല്യൂസ് മാത്രമേ എക്സിന് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വൈ വാല്യൂസ് കണ്ടുപിടിക്കണം. ഈ എക്സ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂസ് കണ്ടുപിടിക്കണം. വൈ എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? എക്സ് പ്ലസ് 5 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു ഞാനിപ്പോൾ 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ വൈൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 + 5 6 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓർഡർഡ് പെയർ കിട്ടി. ആരാണ്? 1,6 കിട്ടി. ദെൻ ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആണെന്നുണ്ടെങ്കിൽ വൈ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 2 + 5 എക്സ് പ്ലസ് 5 എന്നല്ലേ പറഞ്ഞേക്കണം. അപ്പോൾ 2 + 5 എത്രയാണ്? 7 ആണ്. സോ അടുത്ത ഓർഡർഡ് പെയർ എന്ന് പറയുന്നത് 2,7. ഓർഡർഡ് പെയർ എപ്പോഴും കിടക്കുക x, y എന്ന് പറയുന്ന ഫോമിലാണ് കേട്ടോ. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു 3. എക്സിന് കൊടുക്കാൻ പറ്റുന്ന ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. y ഇസ് ഈക്വൽ ടു എത്രയാണ്? 3 + 5 വരും. 3 + 5 എന്ന് പറയുന്നത് 8 ആണ്. അതായത് 3,8 ആണ് അടുത്ത ഓർഡർഡ് പെയർ എന്ന് പറയുന്നത്. സോ നമുക്കിനി R എന്ന് പറയുന്ന റിലേഷൻ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? ഈ പറയുന്ന ഓർഡർഡ് പെയറിന് പെറുക്കി എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, 1,6 ദെൻ 2,7 3,8 ഇതാണ് നമ്മളുടെ R എന്ന് പറയുന്നതിൻ്റെ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദി ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ആർ. ആറിൻ്റെ ഡൊമെയിനും റേഞ്ചും എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെൻ്റ് ആണ്. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെൻറ്റുകളെയാണ് നമ്മളിന്ന് വിളിക്കുന്നത് ഡൊമെയിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് എലമെൻറ്റുകൾ ആരൊക്കെയാണ്? 1, 2, 3. ഇപ്പോൾ ഡൊമെയിൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡൊമെയിൻ ഇസ് ഈക്വൽ ടു 1, 2, 3 ഇതാണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. ദെൻ റേഞ്ചിന് ഞാൻ R എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെൻറ്റുകളാണ്. വൈക്ക് കിട്ടുന്ന വാല്യൂസിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ 6, 7, 8 6, 7, 8 ഇതാണ് ഇവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത്. സോ സെക്കൻഡ് ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2026 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദി ഫംഗ്ഷൻ g of x is defined as x², 0 less than or equal to x less than or equal to 2. എക്സിൻ്റെ വാല്യൂ 0യ്ക്കും 2നും ഇടയ്ക്കാണ് കിടക്കുന്നതെങ്കിൽ g of xൻ്റെ വാല്യൂ എന്താണ്? x² ആണ്. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദെൻ എക്സിൻ്റെ വാല്യൂ 2നും 10നും ഇടയ്ക്കാണ് കിടക്കുന്നതെങ്കിൽ 2 less than or equal to x less than or equal to 10 ഈ ഒരു ഫോമുല കിടക്കുന്നതെങ്കിൽ g of xൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3x ആണ്. അതാണ് ഇതിൻ്റെ അർത്ഥം. ദെൻ ഷോ ദാറ്റ് g is not a function. ഇതൊരു ഫംഗ്ഷൻ അല്ല എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു 2 എന്ന് പറയുന്ന വാല്യൂ കൺസിഡർ ചെയ്ത് നോക്കാം. g of 2 എടുത്ത് നോക്കാം. g of 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ g of 2ൻ്റെ വാല്യൂ 2 എവിടെയൊക്കെ പറ്റും? 2ൻ്റെ വാല്യൂ x² ആക്കി എടുക്കാം അല്ലേ? കാരണം g of x 0യ്ക്കും 2നും ഇടയ്ക്ക് കിടക്കുമ്പോൾ എന്താണ്? x² എന്നുള്ള വാല്യൂ എടുക്കാം, 4 വരും. ഇനി നെക്സ്റ്റ് ഡെഫിനിഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെയും എന്താണ്? 2 ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ g of 2 എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു പോസിബിലിറ്റി കൂടിയുണ്ട്. എന്താണ്? 3x എന്ന് പറയുന്ന ഫംഗ്ഷൻ കൂടി നമുക്ക് എടുക്കാൻ പറ്റും. അതായത് 3 × 2 എന്ന് പറയുന്ന വാല്യൂസ്. അപ്പോൾ നോക്കാം, സെയിം ഇൻപുട്ടിന് നമ്മൾ കൊടുക്കുന്ന സെയിം ഇൻപുട്ട് വാല്യൂ ആണ് 2 എന്ന് പറയുന്നത്. സെയിം ഇൻപുട്ട് വാല്യൂവിന് എന്താണ്? 2 ഔട്ട്പുട്ട് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്.
ഓക്കെ, സെയിം ഇൻപുട്ട് വാല്യൂവിന് 2 ഔട്ട്പുട്ട് വാല്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷന് പാടില്ല. ആ ഫംഗ്ഷൻ കനോട്ട് അസൈൻ 2 ഡിഫറെൻറ്റ് ഔട്ട്പുട്ട് വാല്യൂസ് ഫോർ ദി സെയിം ഇൻപുട്ട് വാല്യൂസ്. അപ്പോൾ ഒരേ ഇൻപുട്ട് വാല്യൂസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വാല്യൂസ് പോസിബിൾ അല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തല്ല, അതൊരു ഫംഗ്ഷൻ അല്ല. സോ ഹെൻസ് പ്രൂഫ്ഡ്. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ പ്രൂഫായിട്ട് എഴുതി വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതെന്താണ്, ഇറ്റ് ഇസ് നോട്ട് എ ഹെൻസ് പ്രൂഫ് ദാറ്റ് g of x not a function. Okay, g of x is not a function, is not a function. അതിൻ്റെ റീസണും കൂടി എഴുതണം. എന്താണ്, സെയിം ഇൻപുട്ട് വാല്യൂവിന് എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വാല്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. സെയിം ഇൻപുട്ട് വാല്യൂവിന് ഒരിക്കലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വാല്യൂ കിട്ടാനായിട്ട് പാടില്ല. ഓക്കെ, ഹിയർ അങ്ങനെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അത് തെറ്റാണ്. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതും മാർച്ച് മാസത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. If A is equal to set 1, 2, 3 and B is equal to set 1, 4, then the number of subsets of A cross B is number of subsets of A cross B. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ, അതായത് എൻ ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്? എൻ ഓഫ് എ എന്ന് പറയുന്നത് 3 പേരാണ്, 3 എലമെൻറ്റുകളല്ലേ വരുന്നത്. അതുപോലെ എൻ ഓഫ് ബി എന്ന് പറയുന്നത് എത്രയാണ്? 2 പേരല്ലേ, 1ഉം 4ഉം ആണ്. അപ്പോൾ എൻ ഓഫ് ബി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ എൻ ഓഫ് എ ക്രോസ് ബി എത്ര പേരായിരിക്കും? എൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 × 2 ആയിരിക്കും. ഓക്കെ, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ക്രോസ് ബി എന്ന് പറയുന്നത് 6 ആയിരിക്കും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ. നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 raised to n of a cross b. ഓക്കെ, 2 raised to n of a cross b ആണ്. ഇവിടെ 2 raised to n of a cross b എത്രയാണ്? 6 ആണെന്നറിയാം. സോ 2 raised to 6 ആണ് ഇവിടുത്തെ ആൻസർ. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഓർഡേഡ് പെയർ ഇക്വേറ്റ് ചെയ്യുന്നതാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നത് ക്ലിയർ ആയിട്ട് ഒന്നുകൂടി എഴുതാം. x/3 + 1, y - 2/3. ഇതാണ് ഫസ്റ്റ് ഓർഡേഡ് പെയർ എന്ന് പറയുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു -2/3, 2/3 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓർഡേഡ് പെയറിൽ എന്താണ്, ഓർഡറിലായിരിക്കും അത് ഇക്വേറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ x/3 + 1 ഈക്വൽ ടു എന്താണ്? -2/3 ആണ്. അപ്പോൾ നമുക്കതിൽ നിന്ന് സോൾവ് ചെയ്യാം. x/3 + 1 ഈക്വൽ ടു -2/3 ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാനിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? x + 3 ഹോൾ ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു -2/3 ആണ്. ഇപ്പോൾ ഇവിടെ നോക്കൂ, LHSലും RHSലും ഒരു 1/3 കോമൺ ആയിട്ടുണ്ട്. 1/3 ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ബാലൻസ് എന്താ നിൽക്കുന്നത്? x + 3 ഈക്വൽ ടു -2 എന്നാണ് കിടക്കുന്നത്. സോ x ഇസ് ഈക്വൽ ടു എന്താണ്? -2 - 3 വരും. ഈ +3 അപ്പുറത്തേക്ക് വരുമ്പോൾ -3 ആകും. എക്സിൻ്റെ വാല്യൂ -5 എന്ന് വരും. ഓക്കെ, ഇതാണ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് y - 2/3. ഈ പെയറിനെ എന്താണ് അതിനോട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നത്? 2/3നെയാണ്. ഓക്കെ, y - 2/3 ഈക്വൽ ടു 2/3. ദെൻ y ഇസ് ഈക്വൽ ടു എന്താണ്? 2/3. ഈ 2/3 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? +2/3 ആവും. അപ്പോൾ ഇവിടെ 2 പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്? 2/3 ആഡ് ചെയ്യുന്നുണ്ട്. 2/3 × 2 അല്ലേ. അപ്പോൾ 2 × 2/3 അതായത് 4/3 ആയിരിക്കും ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. സോ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? എക്സിൻ്റെ വാല്യൂ -5ഉം വൈൻ്റെ വാല്യൂ 4/3 ആണ്. ഇങ്ങനെ വന്നതെന്ന് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. 2024 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോകാം. നെക്സ്റ്റ് ചോദ്യം, ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ graph of the function f such that r - 0 to r. ഇതാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. r - set 0 to r. അങ്ങനെയാണ് ഈ ഒരു റിയൽ നമ്പേഴ്സിലാണ് ഈ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. റിയൽ നമ്പേഴ്സ് മൈനസ് സെറ്റ് 0 കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഇസ് ഡിഫൈൻഡ് ബൈ f of x is equal to 1/x. ഓക്കെ, f of x is equal to 1/x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പേരാണ് റെസിപ്രോക്കൽ ഫംഗ്ഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ ഗ്രാഫ് കൊടുത്തിട്ടുള്ളതാണ്. റെസിപ്രോക്കൽ ഫംഗ്ഷൻ എന്നാണ് ഈ ഒരു ഫംഗ്ഷൻ്റെ പേര്. ഇവിടെ എന്തുകൊണ്ടാണ് r - set 0 വന്നതെന്ന് അറിയാമോ? ഡിവിഷൻ ബൈ 0 is not possible. റെസിപ്രോക്കൽ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? f of x is equal to
1/x എന്നാണ് ഡെഫിനിഷൻ വരുന്നത്. സോ ഇവിടെ നമുക്ക് ഡിവിഷൻ ബൈ 0 ഇസ് നോട്ട് പോസിബിൾ. അതുകൊണ്ടാണ് r മൈനസ് സെറ്റ് 0 എന്നിട്ടേക്കുന്നത്. ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിൽ നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്ത് വരയ്ക്കാം, അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അത് കാണാണ്ട് തന്നിട്ടുണ്ട്. ഇഫ് എക്സിൻ്റെ വാല്യൂ 1 വന്നു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും വരുന്നുണ്ടാവാം? 1/1, അതായത് 1 തന്നെയാണ്. സോ നമ്മൾ ആദ്യത്തെ ഓർഡർ പെയർ ആരാണ്? 1,1 ആണ് ആദ്യത്തെ ഓർഡർ പെയർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എങ്ങനെ വരും? 1/2 വരും അല്ലേ? നേരെ റെസിപ്രോക്കലാണ്, വിച്ച് ഇസ് ഈക്വൽ ടു 0.5 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് 1,1/2 ആണ് നമ്മുടെ അടുത്ത പെയർ. ഇങ്ങനെ നമുക്ക് പെയറിനെ കണ്ടുപിടിച്ചിട്ട് ഗ്രാഫിനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഗ്രാഫിനെ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഗ്രാഫ് വരുന്നതെന്ന് പറയുന്നത് ഇങ്ങനൊരു ഗ്രാഫായിരിക്കും നമുക്ക് വരുന്നുണ്ടാവാം. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ ഈ ഒരു ഭാഗം വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഗ്രാഫാണ് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. 2 മാർക്കാണ് ചോദ്യത്തിന്. അപ്പോൾ ഇതുപോലെ പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ഗ്രാഫ് ബുക്കിൽ ചെയ്താൽ ഗ്രാഫായിട്ട് വരയ്ക്കുകയോ അല്ലെങ്കിൽ റഫായിട്ട് വരയ്ക്കുകയോ ചെയ്ത് വെക്കണം കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇതിനു മുമ്പ് പല പ്രാവശ്യവും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഫൈൻഡ് ദി ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു √9 - x². ഈ √9 - എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ എക്സ്പ്രഷൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നതായിരിക്കണം ഷുഡ് ബി നോൺ നെഗറ്റീവ് ആയിരിക്കണം. അതായത് 9 - x² എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, 9 - x² ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? x² അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 9 is greater than or equal to x², അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? x² ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആയിരിക്കണം. ക്ലിയർ ആയോ? അപ്പോൾ x² എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണ്. ദറ്റ് മീൻസ് ഇവിടെ എക്സിന് കിട്ടാൻ പറ്റുന്ന പരമാവധി വാല്യൂസ്, അല്ലെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന പരമാവധി വാല്യൂസ് എന്ന് പറയുന്നത് എവിടെ നിന്ന് മുതൽ എവിടം വരെയാണ്? -3 മുതൽ 3 വരെയുള്ള വാല്യൂസ് മാത്രമേ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ -3ൻ്റെ താഴത്തേക്ക് ഏത് വാല്യൂ വന്നാലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ -4 എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? -4 ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ എന്താ പറ്റുക? അത് 16 ആയി പോവും. മൈനസ് നമ്പർ -4 × -4 എത്രയാണ്? +16 ആണ്. അത് ലെസ് ദാൻ 9 ആണോ? അല്ല. അപ്പോൾ ആ ഒരു ഭാഗം ഈ ഒരു വാല്യൂ എടുക്കാൻ പറ്റില്ല. ഇനി 3ൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു വാല്യൂ എടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ 3.1 3.2 ഒരു വാല്യൂ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാനായിട്ട് പറ്റില്ല. സോ നമ്മളുടെ എക്സ് വാല്യൂസ് അല്ലെങ്കിൽ ഡൊമൈൻ എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ബിറ്റ്വീൻ ക്ലോസ്ഡ് ഇൻ്റർവൽ -3 3ൻ്റെ ഉള്ളിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഡൊമൈൻ മനസ്സിലായല്ലോ. ഡൊമൈൻ എന്ന് പറയുന്നതാണ് -3 3 എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കലാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത്. റേഞ്ചും കൂടെ എഴുതണം. റേഞ്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ പരമാവധി കിട്ടാൻ പറ്റുന്നത് നെഗറ്റീവ് വാല്യൂസ് കിട്ടാൻ പറ്റത്തില്ല. നോൺ നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കണം. എക്സ്പ്രഷൻ അണ്ടർ സ്ക്വയർ റൂട്ട് മസ്റ്റ് ബി നോൺ നെഗറ്റീവ്. അപ്പോൾ നമുക്കിവിടെ പരമാവധി നമ്മളുടെ ലോവർ ലിമിറ്റായിട്ട് വരുന്നതെന്ന് പറയുന്നതാണ് 0 കിട്ടാവും അല്ലേ? ഇപ്പം ഞാൻ എക്സിൻ്റെ വാല്യൂ -3 എടുത്തു എന്ന് വിചാരിക്കാം. -3 എടുക്കുമ്പോൾ എന്നുള്ള അവസ്ഥ എന്താണ്? 9 - -3 ഹോൾ സ്ക്വയർ, അതായത് 9 - 9 എന്ന് വരും. ഇപ്പോൾ √0 വരും. √0 is 0. ഇപ്പോൾ 0 ആണ് ഇവിടെ കിട്ടാൻ പറ്റുന്ന പരമാവധി ലിമിറ്റ് എന്ന് പറയുന്നത്, അല്ല ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ദെൻ അപ്പർ ലിമിറ്റ് എവിടെ വരെ കിട്ടാം? നോൺ നെഗറ്റീവ് നമ്പേഴ്സ് കിട്ടാൻ പറ്റില്ല. അപ്പം നമ്മൾ 0 ആണ് വാല്യൂ ഇട്ട് കൊടുക്കുന്നത് വിചാരിക്കുക. എക്സിന് വാല്യൂ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 3 ആണ്. 9 - 0 is 3 ആണ്. 3 ആണ് കിട്ടാൻ പറ്റുന്ന പരമാവധി വാല്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വാല്യൂ കിട്ടാനായിട്ട് പറ്റില്ല. 0യും 3യും ഇൻക്ലൂഡ് ആയിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് കിട്ടാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ സ്ക്വയർ റൂട്ട് വരുന്ന കേസുകൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0,3 ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതിങ്ങനൊരു പ്രോബ്ലം ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ്ലി തന്നിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ ആകെ മനസ്സിൽ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്നത് എന്താണ്? നോൺ നെഗറ്റീവ് ആയിട്ടുള്ളതാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അങ്ങനെ എക്സ്പ്രഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ആ വാല്യൂ ഫിറ്റ് ആവാത്ത കേസ് വരും. ഇപ്പോൾ 4 ഇട്ട് കൊടുക്കുക, 5 ഇട്ട് കൊടുത്താലൊന്നും ഈ വാല്യൂ എന്താവില്ല, ഇതിൽ ഫിക്സ് ആവില്ല. ഫംഗ്ഷൻ്റെ ഉള്ളിൽ അത് ഒബേ ചെയ്യത്തില്ല, ഫംഗ്ഷൻ ഒബേ ചെയ്യത്തില്ല. ഓക്കെ, ദെൻ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം. നെക്സ്റ്റ് ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഇഫ് x+1, y - 4 is equal to 3,7. എഗെയിൻ ഓർഡർഡ് പെയറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് 1 മാർക്കിന് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്, പല പരീക്ഷയ്ക്കും ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നേക്കുന്നതനുസരിച്ച് എങ്ങനെയാണ്? x+1, y - 4 ഈക്വൽ ടു
3,7 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? x+1 = 3 ആണ്. x+1 = 3 ആണ്. വിച്ച് ഇംപ്ലൈസ് x എന്താണ്? 3 - 1 ആണ്, 2 ആണ്. സോ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. x = 2 എന്ന് കിട്ടി. ദെൻ y - 4 = 7 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? y = 7 + 4. ഈ മൈനസ് വാല്യൂ അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ വൈൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 11 എന്ന് കിട്ടും. സോ x = 2 ആൻഡ് y = 11. 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ദെൻ അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് A × A ഹാസ് 9 എലമെൻറ്റ്സ് എമംഗ് വിച്ച് 2 എലമെൻറ്റ്സ് ആർ -a,0 ആൻഡ് 0,a. ഓക്കെ, അപ്പോൾ ഒരു സെറ്റ് അതിനെ തന്നെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ n(a) × a എന്ന് പറയുന്നത് എത്രയാണ്? n(a) × a എന്ന് പറയുന്നത് 9 ആണ് കിട്ടിയിട്ടുണ്ട്. അതായത് എന്താണ്? n(a²) എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? n(a) = എന്തെന്ന് എഴുതാൻ പറ്റും? 3 എന്ന് എഴുതാൻ പാടില്ലേ? n(a), അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് in a എന്ന് പറയുന്നത് 3 ആണ്. ഇവിടെ എന്താണ്? -a,0, 0,a ഇവരതിൻ്റെ ഉള്ള മെമ്പേഴ്സാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് 3 അംഗങ്ങളെ കിട്ടി. എൻ്റെ ഉള്ളിലുള്ള 3 മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടി. ആരൊക്കെയാണ്? -a ഉണ്ട്, 0 ഉണ്ട്, a ഉണ്ട്. അപ്പോൾ ഇതാണ് സെറ്റ് A എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റൈറ്റ് സെറ്റ് A എന്ന് പറയുന്ന ക്വസ്റ്റ്യന് ആൻസറായി. അടുത്തത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് A × A ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. A × A കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ക്രോസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട്, ഒന്നും കൂടി A ഒന്ന് എഴുതി വയ്ക്കാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ -a എല്ലാവർക്കും കൊടുക്കാം. അപ്പോൾ -a, ആദ്യത്തെ അംഗം, ദെൻ -a, 0, ദെൻ -a, ദെൻ നെക്സ്റ്റ് അടുത്ത 0 ബാക്കി എല്ലാവർക്കും കൊടുക്കാം. 0, -a, ദെൻ 0,0, ദെൻ 0, +a, ദെൻ a എല്ലാവർക്കും കൊടുക്കാം. a എല്ലാവർക്കും കൊടുക്കുമ്പോൾ a, -a, ദെൻ a, 0, ദെൻ a, a. ഇങ്ങനെ നമുക്ക് എത്ര എലമെൻറ്റുകൾ കിട്ടി? 9 പേരെ കിട്ടി. ഇതാണ് A × A എന്ന് പറയുന്നത്. 2 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? അടുത്ത ചോദ്യം 2 ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. f ഫ്രം R to R ആണ് ആൻഡ് g ഓൾസോ ഫ്രം R to R. റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്ക് തന്നെയാണ് 2 ഫംഗ്ഷനും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് f(x) = x+1 എന്ന് തന്നിട്ടുണ്ട്. g(x) = 2x + 3. ഓക്കെ, ഞാനിവിടെ എടുത്തെഴുതാം. സോ f(x) എന്ന് പറയുന്നത് എന്താണ്? x+1 ആണ്. ആൻഡ് g(x) എന്ന് പറയുന്നത് എത്രയാണ്? 2x - 3 ആണ്. നമ്മളോട് പറഞ്ഞേക്കുന്നത് f + g(x) കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. f + g(x) കണ്ടുപിടിക്കണം. f + g(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം f(x) + g(x) ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ f(x) എന്താണെന്ന് നമുക്കറിയാം. f(x) x+1 ആണ്. g(x) എന്താണ്? 2x - 3 ആണ്. ജസ്റ്റ് ആഡ് ചെയ്യുക. x + x എത്രയാണ്? 3x ആണ്. സോ 3x, ദെൻ 1 - 3 എന്ന് പറയുന്നത് -2 ആണ്. ഓക്കെ, 1 - 3 എന്ന് പറഞ്ഞാൽ -2 ആണ്. സോ നമ്മളുടെ f + g(x) എന്ന് പറയുന്നത് 3x - 2 ആണ്. ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് f.g(x) കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. ഇതിൻ്റെ അർത്ഥം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ f(x) × g(x) ചെയ്യുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ f(x) ആരാണ്? x+1 ആണ്. അത് × 2x - 3 ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ എക്സിനെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എക്സിനെ ഇയാൾക്കും കൊടുക്കാം. നമ്മൾ ചെറുപ്പം നാൾ മുതൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണിത്. എക്സിന് എല്ലാവർക്കും കൊടുക്കുമ്പോൾ എന്ത് വരും? ഇത് 2x × x 2x². x - 3 എന്ന് പറയുന്നത് -3x. ദെൻ അടുത്ത ടേമിന് 1നെ എല്ലാവർക്കും കൊടുക്കാം. 1നെ ഇയാൾക്കും കൊടുക്കണം, 1നെ ഇയാൾക്കും കൊടുക്കണം. അപ്പോൾ എന്ത് വരും? ഇപ്പോൾ 1 × 2x എന്ന് പറയുന്നത് +2x ആണ്. 1 × -3 എന്ന് പറയുന്നത് -3 ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 2x² -3x + 2x എന്ന് പറയുമ്പോഴേക്കും അത് -x ആണ്. -x -3, 2x² -x -3. ഇതാണ് f.g(x) എന്ന് പറയുന്ന ഭാഗം. ദെൻ അടുത്ത നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതിൻ്റെ ബി പാർട്ടായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഫംഗ്ഷൻ h ആണ്. ഫംഗ്ഷൻ h ഫ്രം R to R, റിയൽ നമ്പേഴ്സിന് റിയൽ നമ്പേഴ്സിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഇസ് ഡിഫൈൻഡ് ബൈ h(x) = mod x. mod x ആണ്.
ഡ്രോ ദി ഗ്രാഫ് ഓഫ് എച്ച് ഓഫ് എക്സ്, ഓൾസോ റൈറ്റ് ഇറ്റ്സ് ഡൊമെയിൻ ആൻഡ് റേഞ്ച്. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. വരയ്ക്കുന്നതിന്, ഡൊമെയിൻ എഴുതുന്നതിന്, റേഞ്ച് എഴുതുന്നതിന്, 3നോട് കൂടിയാണ് 3 മാർക്ക് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഈ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യുകയാണ്. നിങ്ങൾ എഴുതിയെടുത്തെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് റബ്ബ് ചെയ്യുകയാണ്, എന്നാലും എനിക്ക് വരയ്ക്കാൻ സ്ഥലം കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം എന്താണ് മോഡെക്സ് എന്നുള്ള കാര്യം ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. മോഡെക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് കാണാപ്പാഠം പഠിച്ചു വെച്ചേക്കാം. ഇപ്പോൾ എച്ച് ഓഫ് എക്സ് ഇവിടെ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? മോഡെക്സ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഈ മോഡെക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ആക്ച്വൽ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ ഈക്വൽ ടു 0 ആണെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. ഓക്കെ, ഇനി മൈനസ് എക്സ് ആണ് ഇഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെങ്കിൽ. ഇതാണ് മോഡ് എക്സിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. സോ ഇഫ് ഐ ടേക്ക് എക്സ് ഇസ് ഈക്വൽ ടു 0, ദെൻ മോഡ് എക്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 0 ആണ്. ഓക്കെ, 0 തന്നെ എടുത്തു, എക്സ് തന്നെ എടുത്തു. ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് എടുക്കുകയാണെങ്കിൽ മോഡ് എക്സ് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ഇനി എക്സ് ഇസ് ഈക്വൽ ടു ഞാൻ -1 എന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? മോഡ് -1 എന്ന് പറയുന്നത് എന്താ? ലെസ് ദാൻ 0 ആണെങ്കിൽ എന്താ പറഞ്ഞേക്കണേ? മൈനസ് ഇടണം, ദെൻ -x തന്നെ ഇടണം അല്ലേ? -1. അപ്പോൾ എന്ത് വന്നു ഇവിടെ? +1. ഓക്കെ, അപ്പോൾ മൈനസ് ഇവിടെ ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. സോ ഇത് -(-) ആവും, അത് +1 ആവും. സോ ഇവിടെ നമുക്ക് ഓർഡർഡ് പെയർ കിട്ടി 0,0. ഫസ്റ്റ് കേസിൽ 0,0 ആണ് ഓർഡർഡ് പെയർ. സെക്കൻഡ് കേസിൽ 1,1 ആണ് ഓർഡർഡ് പെയർ. തേർഡ് കേസിൽ -1,1 ആണ് ഓർഡർഡ് പെയർ. അപ്പോൾ 3 പോയിന്റുകൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് 3 പോയിന്റുകൾ വെച്ചിട്ട് എങ്ങനെയാണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യണമെന്ന് പഠിക്കാം. ഇത് ആക്ച്വലി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാപ്പാഠം അത് കൊടുത്തിട്ടുണ്ട്. കാണാപ്പാഠം പഠിച്ചാൽ നല്ലത്. അല്ലെങ്കിൽ അറിയാത്തവർക്ക് പ്ലോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ 3 പോയിന്റിനെ മാത്രം ഇവിടെ പ്ലോട്ട് ചെയ്യാം, സ്ഥലത്തിൻ്റെ പരിമിതികൾ കൊണ്ട്. അപ്പോൾ ഇത് 0 ആണ്, ഈ പോയിന്റ് 1 ആണ്, ഈ പോയിന്റ് 2 ആണ്. ദെൻ ഈ പോയിന്റ് -1 ആണ്, ഈ പോയിന്റ് എന്ന് പറയുന്നത് -2 ആണ്. ദെൻ ഈ പോയിന്റ് 1 ആണ്, ഈ പോയിന്റ് 2 ആണ്. ഇത് -1. ഓക്കെ, ദെൻ ഇവിടെ നോക്കൂ, ഇവിടെ 0,0 എന്ന് പറയുന്ന ആദ്യത്തെ പെയർ. അപ്പോൾ നടുക്ക് നമ്മുടെ ഒറിജിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വെർട്ടെക്സ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് 1,1 ആണ്. അപ്പോൾ എക്സിലും 1 എടുത്തു, വൈയിലും 1 എടുത്തു. അപ്പോൾ പോയിന്റ് ഏകദേശം ഇവിടെ വരും. ഓക്കെ, അതായിരിക്കും നമ്മുടെ അടുത്ത ലൈൻ. അപ്പോൾ ഞാനിതിങ്ങനെ ജോയിൻ ചെയ്തു. ദെൻ അടുത്തത് എന്താണ്? -1,1. -1 എടുത്തു കഴിഞ്ഞാലും കിട്ടുന്നതെന്ന് പറയുന്നത് 1 തന്നെയാണ്. -1,1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വരും. സോ നമുക്കിതിനിങ്ങനെ ജോയിൻ ചെയ്യിച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക? ഗ്രാഫുകൾ പോകുന്നുണ്ടാവാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വരയ്ക്കുന്ന സമയത്ത് പെൻസിലും സ്കെയിലും ഒക്കെ ഉപയോഗിച്ചിട്ട് ക്ലിയർ ആയിട്ട് വരയ്ക്കാം. അപ്പോൾ ഇതാണ് മോഡെക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡൊമെയിനും റേഞ്ചുമാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഡൊമെയിൻ എന്ന് പറയുന്നത് ഏതൊരു നമ്പർ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഏത് നമ്പർ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അതായത് ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. അല്ലെങ്കിൽ ഡൊമെയിൻ എന്ന് പറയുന്നത് ഈക്വൽ ടു R, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അഥവാ R ആണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. ദെൻ ഇവിടുത്തെ റേഞ്ച് നോക്കൂ. ഇവിടെ നമുക്ക് 0ൽ താഴെ ഒരു വാല്യൂ കിട്ടുന്നില്ല. നമുക്ക് y വാല്യൂസ് ആയിട്ട് കിട്ടുന്നതിൽ ഒരിക്കലും എന്ത് വരുന്നില്ല? ഒരു നെഗറ്റീവ് വാല്യൂ വരുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? 0 പക്ഷേ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെയാണ്? 0,∞. ഇതാണ് ഇതിൻ്റെ എന്ത് വരുന്നത്? റേഞ്ച് വരുന്നത്. 0 വാല്യൂ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ കണ്ടതാണ്. ഇവിടെ നമുക്ക് 0 വാല്യൂ കിട്ടിയിട്ടുണ്ട്. 0ൽ താഴെ ഒരു വാല്യൂ നമുക്ക് കിട്ടിയിട്ടില്ല. ഈ -1 ഒക്കെ നമ്മൾ കൊടുക്കുന്ന എക്സ് വാല്യൂസ് ആണ് കേട്ടോ. അത് ഡൊമെയിൻ ആണ് വരുന്നത്. നമുക്ക് y വാല്യൂസ് സെക്കൻഡ് ഇതായിട്ട് കിട്ടുന്നതാണ് y വാല്യൂസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ കുട്ടികൾക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് ആ ഒരു കൺഫ്യൂഷൻ ക്ലിയർലി മാറ്റി വയ്ക്കാം. y വാല്യൂസ് ആണ് നമ്മളുടെ റേഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ y വാല്യൂസിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഓൾ നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ് കേട്ടോ. ഓൾ നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് അങ്ങനെ എഴുതിയാലും മതി, അല്ലെങ്കിൽ ഇതുപോലെ സെറ്റാക്കി എഴുതാം. ഓൾ നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ് ഇവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോകാം. നെക്സ്റ്റ് ചോദ്യം, 7ാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. A is equal to 1, 2, 3, 4, 5, 6, 7, 8 വരെയാണ്. റിലേഷൻ R എയിൽ നിന്ന് എയിലോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റിലേഷൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. റിലേഷൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് 2x minus y equal to 0. x, y എന്ന് പറയുന്നത് എന്തിലെ എലമെൻ്റാണ്? എയിലെ എലമെൻറ്റുകളാണ്. ഓക്കെ, അതോടെ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ നേരത്തെ പിടിച്ച് എഴുതുന്നില്ല, ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്.
ഈ 2x മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എങ്ങനെ എഴുതാം? y ഈക്വൽ ടു 2x എന്ന് എഴുതാൻ പാടില്ലേ? ഈ വൈനെ ഞാൻ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടെന്ന് അത് പോസിറ്റീവ് ആകും. അപ്പോൾ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ എന്താണ്, ഞാൻ എക്സിന് ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. എക്സ് ഈക്വൽ ടു 1, ഇതിലെ വാല്യൂസ് എയിലെ വാല്യൂസ് മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. എക്സ് ഇസ് ഈക്വൽ ടു 1 വന്നു കഴിഞ്ഞാൽ വൈ ഇസ് ഈക്വൽ ടു എന്താണ് 2x, നേരെ ഇരട്ടി എടുത്തു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പെയർ 1,2 എന്ന് പറയുന്ന പെയർ കിട്ടി. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു 2 ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, വൈ ഈക്വൽ ടു നേരെ ഇരട്ടി 4 കിട്ടും. അപ്പോൾ നമ്മുടെ അടുത്ത പെയർ 2,4 ആണ് വരുന്നത്. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു എന്ത് വരും, 2x, അതായത് 6 വരും. 3,6 ആണ് അടുത്ത ഓർഡേഡ് പെയർ എന്ന് പറയുന്നത്. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു 4 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു എന്ത് വരും, 8 എന്ന് വരും. സോ 4,8 ആണ് നമ്മളുടെ അടുത്ത ഓർഡേഡ് പെയർ എന്ന് പറയുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു 5 എനിക്ക് ഇട്ട് കൊടുക്കാം, പക്ഷേ വൈൻ്റെ വാല്യൂ കിട്ടുന്നത് എവിടെയാണ്, 10ലാണ് കിട്ടുന്നത്. വൈയുടെ വാല്യൂ 10 ആയിട്ടാണ് കിട്ടുന്നത്. വൈ 10 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഉണ്ടോ, എയിലുണ്ടോ? ഫംഗ്ഷൻ എയിൽ നിന്ന് എയിലോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു പെയർ പോസിബിൾ അല്ല, കാരണം 10 ഈ ഒരു എ എന്ന് പറയുന്ന സെറ്റിൽ ഇല്ലാത്തത് കൊണ്ട്. അപ്പം നമുക്ക് നമ്മളുടെ റിലേഷൻഷിപ്പ് കിട്ടി. റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, റിലേഷൻ എന്ന് പറയുന്നത് 1,2, 2,4, 3,6, 4,8 ഇതാണ് നമ്മളുടെ റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെൻറ്റുകളാണ്, അതായത് 1, 2, 3, 4 ആണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ദെൻ റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെൻറ്റുകളാണ്, 2, 4, 6, 8 ഇതാണ് ഇവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 1. മോഡ് എക്സ് പ്ലസ് 1ൻ്റെ ഗ്രാഫാണ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഈ ഒരു ഭാഗം വീണ്ടും ക്ലിയർ ചെയ്യാണ്, എഴുതിയെടുത്തു എന്ന് വിശ്വസിക്കുന്നു. നോക്കാം നമുക്ക് എങ്ങനെയാണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാന്നുള്ളത്. സെയിം ആയിട്ട് തന്നെ വരുന്ന ഒരു വി ഷേപ്പിലുള്ള ഗ്രാഫ് തന്നെയാണ് വരുന്നത്, പക്ഷേ ചെറിയ വ്യത്യാസം നമ്മൾ നേരത്തെ പ്ലോട്ട് ചെയ്തതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണെന്ന് തന്നേക്കുന്നത്, മോഡ് എക്സ് പ്ലസ് 1 ആണെന്ന് തന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ ഞാൻ 0 എടുത്തു കഴിയുമ്പോൾ എന്താണ്, മോഡ് എക്സ് എന്ന് പറയും, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും, മോഡ് 0 പ്ലസ് 1. മോഡ് 0 എന്ന് പറയുന്നത് എന്താണ്, 0 തന്നെയാണ്. 0 പ്ലസ് 1 1 തന്നെയാണ്. സോ നമ്മുടെ ഓർഡേഡ് പെയർ ആദ്യം കിട്ടി, 0,1 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ കിട്ടി. ഞാൻ അടുത്ത് ഞാൻ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് എടുക്കുകയാണ്. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും, മോഡ് 1 പ്ലസ് 1. മോഡ് 1 എന്ന് പറയുന്നത് 1 ആണ്, 1 പ്ലസ് 1 2 ആണ്. സോ 1,2 ആണ് അടുത്ത ഓർഡേഡ് പെയർ എന്ന് പറയുന്നത്. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു -1 ആണ്. ദെൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്രയായിട്ട് വരും, -1 പ്ലസ് 1. അപ്പം ഞാൻ പറഞ്ഞു -1 എന്ന് പറയുന്നത് എങ്ങനെ വരുന്നത്, നമ്മൾ നേരത്തെ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവ് വാല്യൂസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എത്ര വരും നമുക്ക്, 1 പ്ലസ് 1 2 എന്ന് വരും. അതായത് -1 എന്ന് വരും. നേരത്തെ നമ്മൾ സെയിം ക്വസ്റ്റനിൽ കണ്ടതാണ്. നമ്മുടെ ഓർഡർ പെയർ ആരാണ്, -1,2 എന്ന് വന്നു. ഇനി നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കുക, ഗ്രാഫ് ഇങ്ങനെ വരുമ്പോഴേക്കും എന്താ വരും, നമ്മൾ 0, 0 എന്ന് പറയുന്നത് 0 എടുക്കുമ്പോൾ, അപ്പോൾ ഇത് 0, ഇത് 1, ഇത് 2, ദെൻ ഇത് 1, ഇത് 2, ഇത് -1. ഇവിടെ പ്ലോട്ട് ചെയ്യുമ്പോൾ 0 എടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 0,1 ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് 1,2 1 എടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ അല്ലേ, ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് വരുമ്പോഴേക്കും ഇവിടെ വരും 1,2 എന്ന് പറയുന്ന പോയിന്റ്. സോ ഇതിനെ ഞാനിങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചു. ദെൻ അടുത്ത എന്താണ്, -1,2 അടുത്ത പെയർ എന്ന് പറയുന്നത് -1,2 ആണ്. അപ്പോൾ പോയിൻ്റ് എവിടെ വരും, ഏകദേശം ഇവിടെയാണ് പോയിൻ്റ് വരുന്നത്. സോ നമുക്കിതിങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇങ്ങനൊരു ഗ്രാഫായിരിക്കും എന്തിന് വരുന്നുണ്ടാവുക, മോഡ് എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷന് വരുന്നുണ്ടാവുക. ഓക്കെ, ഇത് എഗെയിൻ പറയുന്നു, സ്കെയിലും പെൻസിലും ഒക്കെ ഉപയോഗിച്ചിട്ട് വൃത്തിയായിട്ട് വരയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ആ മോഡ് എക്സിൻ്റെ ഫംഗ്ഷൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അതെങ്ങനെ വരയ്ക്കണമെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് x plus 1 is equal to x plus 1, y minus 2 is equal to 3,1, find the values of x and y. Again വളരെ എളുപ്പമുള്ളൊരു സാധനമാണ്. x plus 1, y minus 2 ഈക്വൽ ടു 3,1 ആണ്. അപ്പോൾ നമുക്ക് ഓർഡേഡ് പെയറിലായതുകൊണ്ട് ഇക്വേറ്റ് ചെയ്യാം. x plus 1 ഈക്വൽ ടു എത്രയാണ്, 3 ആണ്. വിച്ച് ഇംപ്ലൈസ് x is equal to
3 മൈനസ് 1 2 ആണ്. എക്സിൻ്റെ വാല്യൂ 2. ദെൻ y മൈനസ് 2 ഈക്വൽ ടു 1 ആണ്. വിച്ച് ഇംപ്ലീസ് y ഇസ് ഈക്വൽ ടു 1 പ്ലസ് 2 വരും. നെഗറ്റീവ് ആയതുകൊണ്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പോസിറ്റീവ് ആകും. y ഈക്വൽ ടു 3 എന്ന് വരും. സോ x ഇസ് ഈക്വൽ ടു 2 ആൻഡ് y ഇസ് ഈക്വൽ ടു 3. അതാണ് ഇതിൻ്റെ ആൻസർ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. a ഇസ് ഈക്വൽ ടു 1 2 3, b ഇസ് ഈക്വൽ ടു 3 4. ഫൈൻഡ് a ക്രോസ് b. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു. a ഇസ് ഈക്വൽ ടു 1 2 3 ആൻഡ് b ഇസ് ഈക്വൽ ടു 3 4. എ ക്രോസ് ബി ചെയ്യുമ്പോൾ എങ്ങനെ വരും? എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു ഞാൻ പറഞ്ഞു 1നെ രണ്ടിനും കൊടുക്കാം. 1 3 1 4. ദെൻ 2 3 2 4. ദെൻ അടുത്തത് 3 3 3 4. ഇതാണ് എ ക്രോസ് ബിയിലെ വരുന്ന എലമെൻറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, 2 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നത്. വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ദെൻ നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് കിടക്കാം. 9ാമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യമാണ്. എഗെയിൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മോഡെക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ്. ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഡ്രോ ദി ഗ്രാഫ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ മോഡെക്സ് ആണ്. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. വീണ്ടും റിപ്പീറ്റഡ് ചെയ്യുന്ന സമയം കളയുന്നില്ല. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. At a is equal to 1 2 3 4 5 6, r is a relation from a to a. a to a യിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. r is equal to അല്ലെങ്കിൽ y is equal to എന്താണ്? x plus 1 എന്ന് പറയുന്ന റിലേഷൻഷിപ്പാണ്. ഇപ്പം ഞാൻ x is equal to 1 എടുത്തു കഴിഞ്ഞാൽ y equal to എനിക്ക് എന്ത് വരും? 1 plus 1 2 വരും. നമ്മൾ ആദ്യത്തെ ഓർഡർ പെയർ 1 2 ആണ് വരുന്നത്. ദെൻ ഞാൻ x is equal to 2 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ y is equal to 2 plus 1 വരും. അത് 3 ആണ്. ഓക്കെ, അപ്പോൾ 2 3 ആണ് അടുത്ത ഓർഡർ പെയർ. ദെൻ x is equal to ഞാൻ 3 എടുത്തു കഴിഞ്ഞാൽ y ഈക്വൽ ടു എന്ത് വരും? 1 ആഡ് ചെയ്യുക, 4 വരും. അപ്പോൾ 3 4 ആണ് വരിക. ദെൻ x is equal to ഞാൻ 4 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ y ഈക്വൽ ടു 5 വരും. 4 5 വരും. ദെൻ x is equal to ഞാൻ 5 എടുത്തു കഴിഞ്ഞാൽ y ഈക്വൽ ടു എന്ത് വരും? 6 വരും. 5 6 വരും. ഇനി 6 എടുക്കാൻ പറ്റുമോ? 6 എടുത്തു കഴിഞ്ഞാൽ y-ൻ്റെ വാല്യൂ 7 വരും. 7 ഈ ഒരു സെറ്റിൻ്റെ ഉള്ളിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പേരെ പോസിബിൾ ആവുന്നുള്ളൂ. ഡെപ്പിക്ട് ദിസ് റിലേഷൻ യൂസിങ് ആൻ ആരോ ഡയഗ്രാം. ആരോ ഡയഗ്രാം വെച്ചിട്ട് ഡെപ്പിക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഇവിടെ നമ്മൾ റേഞ്ചും ഡൊമൈനും എഴുതി കൊടുക്കുകയാണ്. റേഞ്ച് ആരൊക്കെയാണ്? ഡൊമൈൻ ആരൊക്കെയാണ്? 1 2 3 4 5 ആണ്. ആൻഡ് റേഞ്ച് എന്ന് പറയുന്നത് 2 3 4 5 6 ആണ്. 1 is related to 2 and 2 is related to 3 and again 3 is related to 4, 4 is related to 5 and 5 is related to 6. Okay. Then write the domain of R. Domain നമുക്കറിയാം. ഡൊമൈൻ എന്ന് പറയുന്ന ആരാണ്? സെറ്റ് ഓഫ് ഫസ്റ്റ് എലമെൻ്റ് ആണ്. സെറ്റ് 1 2 3 4 5 ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഇനിഷ്യേറ്റീവ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം കൊടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.